ഹലോ, എല്ലാവർക്കും സ്പാർക്ക് പോപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എക്സാമിനെ കുറിച്ച് പറയാനാണ്. ഈ എക്സാമിൻ്റെ പേരാണ് B1 ISC1 എക്സാം ഓഫേർഡ് ബൈ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടൻ. നിങ്ങൾ UK ഒരു സ്കിൽഡ് വർക്കർ വിസ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് കെയർ വിസ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, അല്ലെങ്കിൽ ഒരു PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടാവും. നോർമലി എല്ലാവരും IELTS അല്ലെങ്കിൽ PT ആണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്ന മറ്റൊരു എക്സാമാണ് ഇത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ വിസ പ്രോസസ്സുകൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ഇതിൻ്റെ റീഡിങ് സെക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അതൊക്കെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നീക്സ് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അപ്പോൾ ക്ലാസ്സിലോട്ട് പോയാലോ? B1 ISC1 എക്സാം 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അത് 2 മണിക്കൂറായിരിക്കും. അതിൻ്റെ അകത്ത് 4 ടാസ്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കാണും. പിന്നെ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, അത് 18 മിനിറ്റ് ആയിരിക്കും. അതിൽ 3 ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ലോങ് റീഡിംഗ് ആണ്. അതിനകത്ത് 400 വേർഡ്സ് ഉള്ള ഒരു സിംഗിൾ ടെക്സ്റ്റ്, അതിന് 5 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. 20 മിനിറ്റ് ആണ് നമുക്കതിന് കിട്ടുന്ന സമയം. നമ്മുടെ ലോങ് റീഡിങ്ങിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്, പാരഗ്രാഫ് വരുന്നത് ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തായിരിക്കും. ആ ടോപ്പിക്സ് ആണത് ട്രാവൽ, മണി, ഫാഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ലേണിംഗ് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, ഫെസ്റ്റിവൽസ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, സ്പെഷ്യൽ ഒക്കേഷൻസ്, എന്റർടൈൻമെന്റ്, മ്യൂസിക് ആൻഡ് റീസെന്റ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. ലോങ് റീഡിങ്ങിൽ നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് ടൈറ്റിൽ മാച്ചിങ്, അത് 5 പാരഗ്രാഫ്സിനെ ബേസ് ചെയ്ത് നമുക്ക് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും. അത് നമുക്ക് 6 ടൈറ്റിൽ വന്നിട്ടുണ്ടാവും. ഓരോ പാരഗ്രാഫിനും നമ്മൾ അതിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ നോക്കി സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെലക്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് നമുക്ക് 8 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. അതിൽ 5 എണ്ണം ട്രൂ ആയിരിക്കും, പാരഗ്രാഫിലുള്ളത് തന്നെ ആയിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കും. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തത് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് സെന്റൻസസ്, അതായത് ഫില്ലപ്പ് തന്നെയാണ് ബേസിക്കലി. പക്ഷെ നമ്മൾ 3 വാക്കിൽ കൂടുതൽ വെച്ച് ഒരു ഫില്ലപ്പ് നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ റൂള്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ടാസ്ക് 1 ആണ് നമ്മുടെ ലോങ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിൽ 5 പാരഗ്രാഫ്സ് ഉള്ള ഒരു പാസേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനെ ബേസ് ചെയ്ത് നമുക്ക് 15 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 5 എണ്ണം നമ്മൾ ടൈറ്റിൽ കണ്ടുപിടിക്കണം. പിന്നെ 6 തൊട്ട് 10 വരെ ഉള്ള 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് 8 സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കും. അതിൽ 5 എണ്ണം ട്രൂ ആയിരിക്കും. ആ 5 എണ്ണം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് 11 to 15 എന്ന് പറയുന്നത് ഫില്ലപ്പ് ആണ്. അതിൽ മാക്സിമം 3 വേർഡ്സ് വരെ നമുക്ക് യൂസ് ചെയ്ത് ഓരോ ബ്ലാങ്കും ഫിൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ലോങ് റീഡിങ്ങിനെ ബേസ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് 1 to 5, അത് നമ്മൾ ടൈറ്റിൽസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്താൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് മാച്ച് ചെയ്യുന്നത് ഏത് ടൈറ്റിലാണ് ഈ തന്നേക്കുന്നത്. ദ റീസൺ വി ഡ്രീം, ചേഞ്ചസ് ഇൻ സ്ലീപ്പ് റുട്ടീൻ, ഇങ്ങനെ തന്നേക്കുന്നതിൽ ഏതാണ് നമ്മുടെ ടൈറ്റിൽ പാരഗ്രാഫ് 1 മാച്ച് ചെയ്യുന്ന ടൈറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അപ്പം നമുക്ക് ആദ്യം പാരഗ്രാഫ് 1 ഒന്ന് നോക്കാം. അപ്പം ഇത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടൈറ്റിൽ കണ്ടുപിടിക്കുമ്പോൾ
നമ്മളെപ്പോഴും ആ പാരഗ്രാഫിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കും എൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കീ വേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എസെൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു കീവേഡ് നമുക്ക് കാണാം. അതേപോലെ ഓക്കെ ഓക്കെ അബൌട്ട് എ തേർഡ്, പിന്നെ 25 years, അതേപോലെ 7 hours, 4 hours, amount of sleep. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാക്കുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരിക്കലും നമ്മൾ ഈ മൊത്തം പാരഗ്രാഫ് വായിക്കാനായിട്ട് നിൽക്കേണ്ട. ഞാനിപ്പോൾ മൊത്തം പാരഗ്രാഫ് വായിച്ചില്ലല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കണ്ട കീവേഡ്സ് മാത്രം ഞാൻ മാർക്ക് ചെയ്തിട്ടു. അപ്പൊ ഈ കീവേഡ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു തുകയെ കാണിക്കുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ തന്നേക്കുന്ന നമ്മുടെ ടൈറ്റിൽസിന്റെ അകത്ത് ഏത് ടൈറ്റിലാണ് ഈ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്നുള്ള വാക്കിനെ എന്താ പറയുന്നത്, അതിന്റെ മറ്റൊരു വാക്ക്, ആ ഒരു അർത്ഥം വരുന്ന വാക്ക് അത് എവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് റീസൺ, അപ്പൊ അതല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പം റുട്ടീനും അതിലെ ചേഞ്ചസ് ഒക്കെ, അപ്പൊ അതല്ല. പിന്നെ വരുമ്പോൾ ലേണിങ്, അപ്പൊ അതല്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ഹൗ മച്ച് എന്നുള്ള, ഹൗ മച്ച് എന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. എത്ര, എന്ത് മാത്രം എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതാണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. കാരണം അത്രയും സിമിലർ ആയിട്ട് വരുന്ന വേറൊന്നുമില്ല. അപ്പൊ നമ്മുടെ പാരഗ്രാഫ് 1ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് ആദ്യം വായിക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 5 stages, cycle of sleep, 90 minutes, often repeat this 5 times, പിന്നെ first 2 stages. ഓക്കെ, ശരി. അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതൊക്കെ ഓരോ ടൈപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ഓരോ രീതികളാണ്, സ്ലീപ്പിന്റെ ഓരോരോ സ്റ്റേജുകളും രീതികളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ട് നമുക്ക് ബന്ധം വരുന്ന വാക്കുകളുള്ള ടൈറ്റിലാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് റീസൺ, അപ്പൊ അതല്ല. ചേഞ്ചസ് ഇൻ സ്ലീപ്പ് റൂട്ടീൻ, അതല്ല. പിന്നെ സ്ലീപ്പ് ലേണിംഗ് വരത്തില്ല, ഇത് നമുക്ക് ഓൾറെഡി ആൻസർ ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ കണ്ടു. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലീപ്പ്, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ പാരഗ്രാഫ് 2ന്റെ ആൻസർ ഈ ആയതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ശരി. അപ്പം ഇനി നമുക്ക് വീണ്ടും തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയിപ്പം വീണ്ടും നിങ്ങളെപ്പോൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും എല്ലാ പാരഗ്രാഫും എല്ലാ സെന്റൻസും എല്ലാ വാക്കും വായിക്കരുത്. മൊത്തമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കൂടുതൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയാൽ മാത്രം മതി, മാർക്ക് കിട്ടിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻസർ എങ്ങനെയാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മാത്രം ചിന്തിക്കുക, അല്ലാതെ ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ സമയം വെറുതെ പോവും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഡാറ്റ വരുമ്പോഴത്തേക്കും നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത് ഗുഡ്, പിന്നെ ബെനിഫിറ്റ്സ്, പിന്നെ ഹെൽപ്സ്, പിന്നെ റെസിസ്റ്റ് ഇൽനെസ്, അതേപോലെ ഫൈറ്റ് ഓഫ് കോൾസ്,
ഡയറ്റ്, ഗെയിൻ ഓർ വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആരോഗ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എല്ലാം ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിലേക്ക് എന്നാൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇതാണ് നമ്മുടെ ആൻസർ ഫോർ പാരഗ്രാഫ് 3. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും സ്ലീപ്പ് ആൻഡ് ഗുഡ് ഹെൽത്ത് എന്നല്ല എഴുതേണ്ടുന്നത് ആൻസർ ആയിട്ട്. പാരഗ്രാഫ് 3F എന്നാണ് എഴുതാൻ. ഒരിക്കലും ടൈറ്റിൽ എന്ന് പറയുമ്പം അവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് A to F ആണ്. ചൂസ് എ ബെസ്റ്റ് ടൈറ്റിൽ ഫോർ ഈച്ച് പാരഗ്രാഫ് ഫ്രം A to F എന്നാണ് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ദ ലെറ്റർ A to F എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഈ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് സ്ലീപ്പ് ആൻഡ് ഗുഡ് ഹെൽത്ത് എന്ന് ഒരിക്കലും നമ്മൾ എഴുതരുത്. അത് ആൻസർ ശരിയാണെങ്കിൽ പോലും നമുക്ക് മാർക്ക് തരത്തില്ല. പകരം നമ്മൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ തന്നെ ആ ടൈറ്റിൽ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം, വിച്ച് ഇസ് പാരഗ്രാഫ് 4. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പം നമുക്ക് നോക്കാം. ഓക്കെ, സ്കൂൾ, വർക്ക്, അതേപോലെ ചിൽഡ്രൻ, വീണ്ടും സ്കൂൾ, പിന്നെ ഫോക്കസ്, മെമ്മറി, ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്ത് വരുന്നത് നമ്മുടെ ഒരു പഠനം അല്ലെങ്കിൽ പഠനത്തിനെ ബേസ് ചെയ്താണ്. ചിൽഡ്രന്റെ കാര്യവും സ്കൂളിലെ കാര്യവും അതൊക്കെയാണ് പറയുന്നത്. അപ്പം ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റഡിയിങ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ബേസ് ചെയ്തുള്ള വാക്കുകൾ എൻ്റെ അകത്തുണ്ടോ എന്ന്. അപ്പൊ ഉണ്ട്, ലേണിംഗ് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് 4ന്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് വീണ്ടും പാരഗ്രാഫ് 5ലേക്ക് പോവാം. പാരഗ്രാഫ് 5 ചെല്ലുമ്പം നമുക്ക് കാണാം സിർക്കാഡിയൻ റിത്തം. റിത്തം എന്നൊരു വാക്കുണ്ട്. ബോഡി ക്ലോക്ക് ഉണ്ട്. when it is dark and wake it in as light. Okay, wake up. Alright, അപ്പൊ ഇതൊക്കെ ഒരു ഡെയിലി റുട്ടീനെ സൂചിപ്പിക്കുന്ന, നമ്മുടെ ശീലങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പം നമുക്ക് നോക്കാം അതും അങ്ങനെ ബന്ധപ്പെട്ട വാക്കുകളുണ്ടോ നോക്കാം. റീസൺ അല്ല, ചേഞ്ചസ് ഇൻ സ്ലീപ്പ് റൊട്ടീൻ കണ്ടോ. അപ്പൊ റൊട്ടീൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ B is our answer for paragraph 5. എങ്ങനെയാണ് നമ്മൾ ഈ ടൈറ്റിൽസ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ലോങ് റീഡിങ്ങിൽ വരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 6 to 10 നോക്കാം. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടുന്നത് നമ്മുടെ നമുക്ക് 8 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. അതിൽ 5 എണ്ണം ട്രൂ ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയും മറ്റതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ABCD എന്നുള്ള. ഒരിക്കലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പാടില്ല. ഓക്കെ, ശരി. അപ്പം ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പം ഇത് മറ്റ് ടൈറ്റിൽ ചെയ്യുന്നത് പോലെയല്ല. അതിൽ ചെയ്തപ്പോൾ നമുക്ക് പാരഗ്രാഫ്സ് ആണ് നമ്മൾ ആദ്യം നോക്കിയത് കീവേഡ്സിന് വേണ്ടി. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എവ്രി വൺസ് നീഡ് ഫോർ സ്ലീപ്പ് ഇസ് ഡിഫറെന്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് നീഡും ഡിഫറെന്റും ആണ്. അപ്പൊ ഈ 2 വാക്കുകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതേ അർത്ഥം വരുന്ന മറ്റേതെങ്കിലും വാക്കുകളോ പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ സ്കിമ്മിങ് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നിശ്ചിതമായിട്ട് വായിക്കാൻ നിൽക്കരുത്. പകരം നമ്മൾ ഈ വാക്കുകൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
നീഡും ഡിഫറെന്റും ആണ് നമ്മുടെ വാക്കുകൾ. ഓക്കെ നമുക്കിവിടെ നീഡ് എന്നുള്ള വാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വി ഡോണ്ട് ഓൾ നീഡ് ദ സെയിം എമൗണ്ട് ഓഫ് സ്ലീപ്പ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സെയിം എമൗണ്ട് സ്ലീപ്പ് ആവശ്യമില്ല എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് വന്ന എന്തായിരുന്നു നമ്മുടെ ചോദ്യം? എവ്രി വൺസ് നീഡ് ഫോർ സ്ലീപ്പ് ഇസ് ഡിഫറെന്റ് എന്നാണ്. അപ്പം രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ എന്താ പറയുന്നത് സ്ലീപ്പ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ ശരി, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ അടുത്ത് നോക്കുമ്പോഴത്തേക്കും വി ആർ യൂഷ്വലി ഇൻ എ ഡീപ് സ്ലീപ്പ് ഫോർ അബൌട്ട് 7 hours. അപ്പം ഡീപ് സ്ലീപ്പും 7 hours ആണ് നമ്മുടെ കീവേഡ്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് പാരഗ്രാഫിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ എപ്പോഴും ഓർഡറിലേ നമ്മുടെ ആൻസർ വരത്തുള്ളൂ. അപ്പൊ ഇതിന് മുന്നേ ഒരിക്കലും നമ്മളിപ്പോ കണ്ടുപിടിച്ചതിന്റെ ആൻസർ വരത്തില്ല. അപ്പൊ ഇതിന് താഴോട്ട് വായിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡീപ് സ്ലീപ്പും ഡീപ് സ്ലീപ്പും പിന്നെ എന്തായിരുന്നു? 7 hours. ഓക്കെ അപ്പൊ ഇത് രണ്ടും എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ യെസ്, ഇവിടെ നമുക്ക് ഡീപ് സ്ലീപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതെന്താണ് പറഞ്ഞത്. ഇൻ സ്റ്റേജസ് 3 and 4 വി ആർ ഇൻ എ ഡീപ് സ്ലീപ്പ് ആൻഡ് അവർ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്രീത്തിങ് സ്ലോസ് ഡൗൺ. പക്ഷെ അതിനകത്ത് 7 hours ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഒന്നും 7 hours പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ബി വിടാം. ഓക്കെ അതിൻ്റെ അകത്തില്ല. ഇനി നമുക്ക് സിയിലേക്ക് വരാം. വി ഡ്രീം ഡ്യൂറിങ് സ്റ്റേജ് 5 ഓഫ് ദ സ്ലീപ്പ് സൈക്കിൾ. അപ്പം ഡ്രീമും സ്റ്റേജ് 5 ഇത് രണ്ടും ഉണ്ടെന്ന് നോക്കണം. നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഡ്രീം, yes, we all do dreaming. Okay, it is during REM sleep that we do all our dreaming. അപ്പം this stage of sleep is called REM. ഏത് സ്റ്റേജ് ആണ്? ഇൻ സ്റ്റേജ് 5. അപ്പൊ കറക്റ്റ് അല്ലേ? സ്റ്റേജ് 5ലാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നത്. ഓക്കെ അപ്പൊ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ ഇനി അടുത്തത് നോക്കാം. യു സ്ലീപ്പ് മോർ വെൻ യു ഹാവ് എ കോൾഡ്. ഓക്കെ സ്ലീപ്പ് മോറും കോൾഡുമാണ് നമ്മുടെ കീവേഡ്സ്. നമുക്ക് നോക്കാം. പിന്നത്തെ നമുക്ക് ഓഫ് കോഴ്സ് ഉണ്ട്. ഓക്കെ പിന്നെ പക്ഷെ ഇവിടെയും നമുക്കൊരു സ്ലീപ്പ് മോർ എന്ന അർത്ഥം വരുന്ന ഒന്നും ഇതിൻ്റെ അകത്തില്ല. വിത്തൗട്ട് ഇനഫ് സ്ലീപ്പ് എന്നുള്ളത് ആവശ്യത്തിന് സ്ലീപ്പ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. കൂടുതൽ സ്ലീപ്പിന്റെ കാര്യം അവിടെ പറയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ആൻസർ അല്ല, അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാം. ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തത് പീപ്പിൾ ഹു സ്ലീപ്പ് ബാഡ്ലി ഓഫൻ ഹാവ് പുവർ ഡയറ്റ്സ്. അപ്പം പുവർ ഡയറ്റും സ്ലീപ്പ് ബാഡ്ലി ഇത് രണ്ടുമാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പുവർ ഡയറ്റ് എന്നെവിടെയെങ്കിലും ഉണ്ടോ? affect your diet അതുണ്ട്. അപ്പം നോക്കാം. Your sleep pattern can also affect your diet. Researchers at the University of Chicago discovered that poor sleep, okay നമുക്ക് poor sleep പറ്റി, poor sleep increased a hormone in the body that makes us hungry. This means that people who sleep badly often eat more high calorie foods and gain more weight. അപ്പൊ കറക്റ്റ് അല്ലേ? നമ്മുടെ ഡയറ്റിനെ poor sleep ബാഡ് ആയിട്ട് poor sleep നമ്മളെ എഫക്ട് ചെയ്യും നമ്മുടെ ഡയറ്റിനെ എന്നാണ് പറയുന്നത്. അപ്പൊ അതന്നെയല്ലേ പറഞ്ഞങ്ങനെ people who sleep badly often have poor diets. Okay, so we got our third answer, which is E. Okay, ഇനി നമുക്ക് അടുത്ത് നോക്കാം. It is important to sleep well after you learn something. ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നോക്കേണ്ടുന്നത്. Okay, important for our memory. Okay, fine. Okay, while we are asleep our brain deals with information. കണ്ടോ? ഓക്കെ, അപ്പം അത് കറക്റ്റ് ആണ്. നമ്മുടെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്ലീപ്പ് വെൽ ആഫ്റ്റർ യു ലേൺ സംതിങ്. അപ്പൊ അന്നേരമാണ് പ്രോസസ്സിങ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, so that makes it our answer. So our next answer is F. Okay, ഇനി നമുക്ക് ഇനി ഒരെണ്ണം കൂടി കിട്ടാനുള്ളൂ. അപ്പം G ആണോ H ആണോ നോക്കിയാൽ മതി.
our body clock generally follows changes in light. Okay, the body clock ചേഞ്ചസ് ഇൻ ലൈറ്റ് അതാണ് നമ്മുടെ കീവേഡ്. ബോഡി ക്ലോക്കും ലൈറ്റും. ഇപ്പൊ ഇന്നത്തെ ലൈറ്റ് എന്നുള്ള വാക്കടിയിലുണ്ടോ? ലൈറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ വായിച്ചോക്കി. ജനറലി അവർ ബോഡി ക്ലോക്ക് ടെൽസ് us to sleep when it is dark and wake when it is light. അപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ ലൈറ്റിനോട് അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി ക്ലോക്ക്. സോ വി ഗോട്ട് the fifth answer as well. Okay, അപ്പൊ എയും സിയും ഇ എഫ് എൻ ജി ഇത്രയാണ് നമ്മുടെ ആൻസർ വന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് വരാം. അതാണ് ഫില്ലപ്പ് ആണ്. അപ്പൊ അതിൽ മാക്സിമം നമുക്ക് 3 വാക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു ബ്ലാങ്കില്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത്. അപ്പം ഡ്യൂറിങ് എ ലൈഫ് ടൈം. ഇപ്പൊ ലൈഫ് ടൈം ഒരു കീവേഡാണ്. ദ ആവറേജ് പേഴ്സൺ വിൽ ബി അസ്ലീപ് ഫോർ. അപ്പൊ എത്ര നേരത്തേക്കാണ്? ഇവിടെ ഒരു ടൈമാണ് പറയേണ്ടത്. ഈ ഫോർ എന്നുള്ള വാക്ക് കഴിഞ്ഞ് വരേണ്ടത് ഒരു ടൈമിന്റെ അല്ലെങ്കിൽ ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകളോ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ലൈഫ് ടൈമും ആവറേജ് പേഴ്സണും ഈ കീവേഡ്സ് എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. It's essential for human life. Okay, most people spend about life. This means during our life we will spend about 25 years asleep. Okay, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഒരു ആവറേജ് പേഴ്സൺ എത്രയാണ്? അപ്പം വൈൽഡ് ആവറേജ് പേഴ്സൺ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈഫ് ടൈമിൽ ഒരാൾ എത്ര? അബൌട്ട് 25 ഇയേഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 25 ഇയേഴ്സ് എന്ന് വേണമെങ്കിലും എഴുതാം. രണ്ടും കറക്റ്റ് ആൻസർ ആണ്. അബൌട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ആൻസർ കിട്ടി. ഇനി അടുത്തത് നോക്കാം. അടുത്തതില് യോർ ഡാഷ് ആൻഡ് ഹാർട്ട് റേറ്റ് ഗെറ്റ്സ് സ്ലോവർ ഇൻ ഡീപ് സ്ലീപ്പ്. അപ്പൊ ഡീപ് സ്ലീപ്പ് എന്നുള്ളതാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പം ഹാർട്ട് റേറ്റ് ആണ് അടുത്ത കീവേഡ്. അപ്പൊ ഹാർട്ട് റേറ്റും ഡീപ് സ്ലീപ്പും നോക്കാം. ഡീപ് സ്ലീപ്പ്. ഓക്കെ, ഡീപ് സ്ലീപ്പ് ഇവിടെ ഉണ്ട്. ഹാർട്ട് റേറ്റ് ഉണ്ട് തൊട്ടടുത്തുണ്ട്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഇൻ സ്റ്റേജസ് 3 and 4 വി ആർ ഇൻ എ ഡീപ് സ്ലീപ്പ് ആൻഡ് അവർ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്രീത്തിങ് സ്ലോസ് ഡൗൺ. അപ്പം ആൻഡ് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റും ബ്രീത്തിങ്ങും സ്ലോ ഡൗൺ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എന്താണ്? നമുക്ക് യോർ ഡാഷ് ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്പൊ എന്തുവാണ് സ്ലോവർ ആവുന്നത്? ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്പം ബ്രീത്തിങ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാൽ എന്താണ്? പുവർ ഡാഷ് കെൻ കോസ് യു ടു ഈറ്റ് മോർ ഹൈ കാലറി ഫുഡ്സ്. ഓക്കെ, അപ്പൊ എന്ത് കുറയേണ്ടതാണ്? പുവർ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലാണ് നമ്മുടെ നമ്മൾ കൂടുതൽ ഹൈ കാലറി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ കാലറി ഫുഡാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കുമ്പോ ഹൈ കാലറി ഫുഡ് കണ്ടോ? അപ്പൊ എന്താണ്? ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ഹു സ്ലീപ് ബാഡ്ലി എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ സ്ലീപ് ബാഡ്ലി എന്ന് പറഞ്ഞൊരു എന്താ പറയുന്നത്, നമ്മുടെ പുവർ ആയിട്ടുള്ള ഒരു സ്ലീപ് പാറ്റേൺ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം പുവർ ഡാഷ് എന്താണ്? പുവർ സ്ലീപ് പാറ്റേൺ ക്യാൻ കോസ് യു ഈറ്റ് മോർ എന്ന് നമ്മുടെ ആൻസർ വരും. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സ്ലീപ് പാറ്റേൺ എന്നായിരിക്കും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, അവർ ഡാഷ് ഗെറ്റ് സ്ട്രോങ്ങർ വെൻ വി ആർ സ്ലീപ്പിംഗ്. അപ്പം നമ്മളുടെ എന്താണ് കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നതാണ്? ഓക്കെ, സ്ട്രോങ്ങർ ഉള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, സ്ട്രെങ്തൻ എന്നൊരു വാക്കുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? സ്ട്രെങ്തൻ അവർ മെമ്മറീസ്. സോ സ്ലീപ്പ് ഹെൽപ്സ് സ്ട്രെങ്തൻ അവർ മെമ്മറീസ്. അപ്പൊ നമ്മുടെ എന്തിനെ സ്ട്രോങ് ആക്കുന്നു? സ്ലീപ്പ് നമ്മുടെ മെമ്മറീസ്. സോ ദ ആൻസർ ഇസ് മെമ്മറീസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടീനേജേഴ്സ് ബോഡി ക്ലോക്ക്. അപ്പൊ ടീനേജർ ആണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് കേട്ടോ. ആർ ഡിഫറെന്റ് ആൻഡ് സോ ദേ നീഡ് ടു ഗോ ടു ബെഡ് ആൻഡ് വേക്ക് അപ്പ് ഡാഷ് ദാൻ യങ് ചിൽഡ്രൻ. അപ്പം ടീനേജർ എന്നുള്ള ഒരു വാക്ക് ഇവിടെ കിടക്കുന്നു നോക്കാം. ഓക്കെ, യെസ് ടീനേജേഴ്സ് എത്തി. ഇപ്പൊ എന്താണ്? സം സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് ടീനേജേഴ്സ് ആർ നോട്ട് ലേസി ബട്ട് ബയോളജിക്കലി പ്രോഗ്രാം ടു ഗോ ടു ബെഡ് ലേറ്റർ ആൻഡ് വേക്ക് അപ്പ് ലേറ്റർ. അപ്പൊ അവര് എന്താണ്? ഗോ ടു ബെഡ് ലേറ്റർ ആൻഡ് വേക്ക് അപ്പ് ലേറ്റർ. അപ്പൊ ഇവിടെ എന്തോ വേണ്ടുന്നത്?
are different and so they need to go to bed and wake up എന്താണ് later. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് later എന്നായിരിക്കും. ഓക്കെ, സോ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മളൊരു ലോങ് റീഡിങ് ചെയ്യാനായിട്ട് ISC 1-ൻ്റെ അകത്ത്. ഓക്കെ, എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ റെക്കോർഡഡ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വട്ടം കാണുന്നവരെ സ്റ്റേ സേഫ്.